കൊല്ലം ചവറയിലെ വട്ടത്തറ എന്ന ഗ്രാമത്തിലാണ് മുന്താസും രണ്ട് മക്കളും മുന്താസിന്റെ 63-കാരി അമ്മയും താമസിച്ചിരുന്നത്. മുന്താസിന്റെ ഭർത്താവ് രണ്ട് മക്കളെയും കൊടുത്ത് സ്ഥലം വിട്ടു. അയാൾ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല ഇവർക്ക്. ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്താണ് ഈ മുന്താസ് മക്കളെ വളർത്തിയിരുന്നത്. ഒരാണും ഒരു പെണ്ണുമാണ് മുന്താസിനുള്ളത്. പിന്നെ ഈ പിള്ളേരെ വളർത്തുന്നതിനും ചിലവിനുമൊക്കെ മുന്താസിന്റെ സഹോദരൻ അത്യാവശ്യം ഇവരെ സഹായിക്കും. അയാൾ ഭാര്യയും കുടുംബമൊക്കെ ആയിട്ട് മറ്റൊരു വീട്ടിലാണ് താമസം. മുന്താസിന്റെ അമ്മ ഈ സഹോദരനൊപ്പമായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. പക്ഷേ മുന്താസ് മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ അമ്മയായ സുലേഖ ബീവിയും ഇപ്പോൾ ഇവർക്കൊപ്പമാണ് താമസം. മുന്താസിന്റെ മകനായ ഷഹനാസിന് ഇപ്പോൾ 28 വയസ്സായി. ഈ ലോകത്ത് ഷഹനാസിന് ഏറ്റവും ഇഷ്ടം ആരോടാണെന്ന് ചോദിച്ചാൽ അവൻ തിരിഞ്ഞും പിരിഞ്ഞും ചിന്തിക്കില്ല. ഉടൻ പറയുന്ന പേര് അവൻ്റെ അമ്മൂമ്മയായ സുലേഖ ബീവിയുടേതാണ്. അവർക്കും അങ്ങനെ തന്നെയാണ്. കൊച്ചുമോനായ ഷഹനാസ് കഴിഞ്ഞേയുള്ളൂ ഇനി ആരും. ഇവരുടെ വീടിനടുത്താണ് അയൽവാസിയായ ഷജീലയും കുടുംബവും താമസിക്കുന്നത്. പക്ഷേ അയൽവക്കക്കാരുമായിട്ടൊന്നും മുന്താസും കുടുംബവും വലിയ സഹകരണമൊന്നുമില്ല. എന്നാലും സുലേഖ ബീവിയെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം സുലേഖ ബീവി ആരെ കണ്ടാലും അങ്ങോട്ട് ചെന്ന് മിണ്ടും. മുന്താസ് മിണ്ടും, പക്ഷേ ആരുമായിട്ടും വലിയ അടുപ്പമൊന്നും അവർ വയ്ക്കില്ല. അതിന് ഒരു കാരണവും ഉണ്ട്. അത് മുന്താസിനെ പോലെ തന്നെ അവിടങ്ങളിലുള്ള എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എന്തായാലും ഇവരുടെ കുടുംബകാര്യം അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് ഷജീലയുടെ വീട്ടിലോട്ടിപ്പോൾ നോക്കാം. ഈ അയൽവാസിയായ ഷജീലയും ഭർത്താവും രണ്ട് ചെറിയ മക്കളും ഒക്കെ ആയിട്ട് വളരെ സന്തോഷമായിട്ടാണ് കഴിയുന്നത്. അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള ഒരു കുടുംബമാണ് ഷജീലയുടേത്. മക്കൾ രണ്ടും സ്കൂളിൽ പഠിക്കുകയാണ്. ഒരു ദിവസം രണ്ട് ആൺമക്കളെയും മദ്രസയിൽ പഠിക്കാൻ കൊണ്ടാക്കിയിട്ട് ഷജീലയും ഭർത്താവും എന്തോ ആവശ്യമായിട്ട് പുറത്തുപോയി. മദ്രസയിൽ കൊണ്ടാക്കിയപ്പോൾ തന്നെ ഷജീല പ്രത്യേകം പിള്ളേരോട് പറയുകയാണ്, ക്ലാസ് കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട് പൊയ്ക്കോണം, ഞങ്ങൾ കുറച്ച് താമസിച്ചേ വരികയുള്ളൂ എന്ന്. പിള്ളേർ തലകുലുക്കി. വൈകുന്നേരം ആയപ്പോൾ പുറത്തുപോയ ഷജീലയും ഭർത്താവും ഒക്കെ വീടെത്തുകയാണ്. വീടെത്തിയ ആ മാതാപിതാക്കൾ നോക്കുമ്പോൾ വീടിൻ്റെ മുൻവാതിൽ ഇങ്ങനെ കുറ്റിയിടാതെ അടച്ചിട്ടിരിക്കുകയാണ്. അകത്ത് പിള്ളേരെയും വിളിച്ചും കൊണ്ട് കയറിയ ഷജീല കേൾക്കുന്നത് പിള്ളേരുടെ മുറിയിൽ നിന്നും വരുന്ന എന്തൊക്കെയോ പുലമ്പലും ഒച്ചയും മൂളലും ഒക്കെയാണ്. അങ്ങോട്ട് ചെന്ന് നോക്കിയ ഷജീല ആ മുറിയിൽ കണ്ടത് വല്ലാത്തൊരു സംഭവമായിരുന്നു. എന്തായിരിക്കും ആ മാതാപിതാക്കൾക്ക് അവിടെ കാണേണ്ടി വന്നത്? പിന്നീട് എന്താണ് ഉണ്ടായത്? നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓൾ എന്ന നോട്ടിഫിക്കേഷനും ഓണാക്കൂ. വെൽക്കം ക്രിയേഷൻസ്. നമുക്ക് ഈ മുന്താസിൻ്റെ വീട്ടിൽ നിന്നും തന്നെ പറഞ്ഞു തുടങ്ങാം. വട്ടത്തറയിലെ നാട്ടുകാർക്ക് എല്ലാം ഒരു പേടി സ്വപ്നമായിട്ട് ഒരാൾ ആ ഗ്രാമത്തിലുണ്ട്. ഭൂതമോ പ്രേതമോ മൃഗങ്ങളോ ഒന്നുമല്ല, ഒരു മനുഷ്യൻ. 28-കാരനായ മുന്താസിൻ്റെ മോൻ ഷഹനാസ്. എല്ലാവർക്കും ഈ ചെറുക്കനെന്ന് വെച്ചാൽ പേടിയാണ്. കൊച്ചു കുട്ടികളെയൊക്കെ ഷഹനാസ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവർ കരച്ചിൽ നിർത്തും, ഭക്ഷണം കഴിക്കും. എന്തിന് മുറ്റത്ത് പോലും പിള്ളേരിറങ്ങില്ല, അത്രയ്ക്കുണ്ട് പേടി. അമ്മയും അമ്മൂമ്മയും കൂടി കൊഞ്ചിച്ച് വഷളാക്കിയ ഒരുത്തനാണ് ഈ ഷഹനാസ്. കയ്യിലില്ലാത്ത ദുശീലം ഒന്നും ഇവനില്ല. കഞ്ചാവും കള്ളുമാണ് ഇവൻ്റെ മെയിൻ. 28 വയസ്സായിട്ടും ഒരു ജോലിക്കും ഷഹനാസ് പോകില്ല. നാട്ടുകാർ പറയുന്നത് മിക്ക ദിവസങ്ങളിലും ആ വീട്ടിൽ നിന്നും വഴക്കും ബഹളവും ഒക്കെ കേൾക്കാമെന്നാണ്. അത് ശരിയാണ്. കള്ളിനും കഞ്ചാവിനും വേണ്ടി ഇവൻ പണം ചോദിക്കുമ്പോൾ വീട്ടുകാർ കൊടുക്കില്ല. അതും പറഞ്ഞ് ആ വീട്ടിൽ പിന്നെ അടിയാണ്. ആദ്യമൊക്കെ മുന്താസ് ജോലിയില്ലാതെ നിൽക്കുന്ന ചെറുക്കനല്ലേ, അവനും ഇല്ലേ ചിലവെന്ന് കരുതി പൈസയൊക്കെ ചോദിക്കുമ്പോൾ കൊടുത്തിരുന്നു. പക്ഷേ ഈ വക സാധനങ്ങളൊക്കെ വലിച്ചു കയറ്റി ഇവൻ ആ ഗ്രാമത്തിൽ കാണിക്കാത്ത പരാക്രമങ്ങളൊന്നുമില്ല. ഒടുവിൽ മുന്താസ് വലുതായിട്ടൊന്നും പൈസ കൊടുക്കാതെയായി. പിന്നെ ഇവന് പണം ചോദിക്കാനുള്ള 2 പേര് മുന്താസിൻ്റെ സഹോദരൻ, അതായത് ഷഹനാസിൻ്റെ മാമനും അമ്മൂമ്മയായ സുലേഖ ബീവിയുമാണ്. ഇതിൽ മാമൻ 5 പൈസ ഇവൻ്റെ കയ്യിലിരിപ്പ് കാരണം കൊടുക്കില്ല. പിന്നെ സുലേഖ ബീവിയാണുള്ളത്. അവർക്ക് വാർദ്ധക്യ പെൻഷൻ കിട്ടുന്നതും ആരെങ്കിലുമൊക്കെ കാണാൻ വരുമ്പോൾ കൊടുക്കുന്ന കൈമടക്കും ഒക്കെയാണ് കയ്യിലുള്ളത്. സുലേഖ ബീവിയും ഇവന് പൈസ കൊടുക്കില്ല. കാരണം ഇവൻ നശിച്ചു പോകാതിരിക്കാനാണ് പാവ ആ സ്ത്രീ അങ്ങനെ ചെയ്യുന്നത്. പൈസ കിട്ടിക്കഴിഞ്ഞാലല്ലേ ഇവൻ ഈ വക സാധനങ്ങളൊക്കെ വലിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. ഇവനെ പേടിച്ചാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ചാണ് ഈ സുലേഖ ബീവി പൈസ വയ്ക്കുന്നത്. ഷഹനാസ് അമ്മയോടും അമ്മൂമ്മയോടും പൈസയും ചോദിച്ച് ലഹളയുണ്ടാക്കും. ഗതികെട്ട് വീട്ടിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ അടിച്ചു പൊട്ടിക്കുമ്പോൾ മുന്താസ് എങ്ങനെയോ തൊലഞ്ഞു പോകട്ടെ എന്നും പറഞ്ഞിട്ട് ഇവൻ ചോദിക്കുന്ന പൈസ എടുത്ത് എറിഞ്ഞു കൊടുക്കും.
അതോടെ വഴക്കും അങ്ങ് തീരും. ഇതാണ് ശരിക്കും അതിനകത്ത് നടന്നുകൊണ്ടിരുന്നത്. ഇനി പുറത്ത് ഷഹനാസ് കാട്ടിക്കൂട്ടുന്ന കാരണം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരുടെ തലവേദന കൂട്ടുന്ന പരിപാടികളാണ്. ഒരു ദിവസം ആ പരിസരത്തുള്ള ഒരു വീട്ടിൽ ഉച്ച സമയം നോക്കി ഇവൻ കയറി ചെല്ലുകയാണ്. ആ വീട്ടിലെ എല്ലാവരും ചോറ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ആ വീട്ടുകാരോട് ഇവൻ ചെന്ന ഉടനെ പൈസ ചോദിച്ചു. ഷഹനാസ് പൈസ ചോദിച്ചതും അവരത് കൊടുക്കാത്തതും അവിടെ വലിയൊരു പ്രശ്നമായി മാറുകയാണ്. അവനാണെങ്കിൽ ആ വീട്ടുകാരുടെ മകൻ്റെ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി. അവിടെ ഒരു ഭീകരാന്തരീക്ഷം തന്നെ ഷഹനാസ് സൃഷ്ടിച്ചു എന്ന് പറയാം. ഒടുവിൽ ആ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയെങ്കിലും പോലീസ് അത് ഒത്തുതീർപ്പാക്കി 2 കൂട്ടരെയും പറഞ്ഞു വിട്ടു. അത് ഒത്തുതീർപ്പാവാൻ കാരണം മുംതാസായിരുന്നു. ഈ വീട്ടിലെ ബഹളമൊക്കെ അറിഞ്ഞ് മുംതാസ് ഷഹനാസിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. സ്റ്റേഷനിൽ ഇവർ മകന് ചെറിയ മാനസിക രോഗമുണ്ടെന്നും പറഞ്ഞ് കരഞ്ഞ് കാലു പിടിച്ചു. അങ്ങനെയാണ് അതിൽ നിന്ന് ഊരിയത്. അത് കഴിഞ്ഞ് ഷഹനാസ് പിന്നെ ചെയ്ത അക്രമം ഒരു വീട്ടിൻ്റെ ജനാലയും കസേരകളും ഒക്കെ അടിച്ച് തരിപ്പണമൊക്കെയാണ്. നാട്ടുകാരെങ്കിലും ആ സംഭവത്തിൽ പ്രതികരിക്കാനായിട്ട് പുറത്തിറങ്ങിയില്ല. അടുത്തു പോയാൽ എല്ലാവർക്കും പേടിയാണ് ഷഹനാസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നും. ഷഹനാസ് ചതിവിലൂടെ പിന്നാലെ ചെന്ന് പലരെയും ആക്രമിക്കുകയാണ് പതിവ്. ഇവൻ ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളും സ്റ്റേഷനിൽ എത്തുമ്പോഴെല്ലാം എല്ലാത്തിൽ നിന്നും അവനെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് വരുന്നത് അവൻ്റെ ഉമ്മയായ ഈ മുംതാസാണ്. മുംതാസ് ഇതിനിടയ്ക്ക് ഏതോ ഒരു ഡോക്ടറിന് പൈസയൊക്കെ കൊടുത്തിട്ടാവണം ഇവൻ മെൻ്റൽ പേഷ്യൻ്റ് ആണെന്നും ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണെന്നും ഒക്കെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചെടുത്തു. ഈ സർട്ടിഫിക്കറ്റുമായി ചെന്നാണ് മകനെ ഇവർ ഊരിക്കൊണ്ടുവരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഷജീലയുടെ മകൻ മദ്രസയിൽ പോയിട്ട് വീട്ടിലേക്ക് പോകുന്നത് ഷഹനാസ് കാണുന്നത്. ഇവൻ കുട്ടിയുടെ പിന്നാലെ കൂടി. ഒരു ആവശ്യവും ഇല്ലാതെ കഞ്ചാവിൻ്റെ പുറത്താവണം ഷജീലയുടെ ഇളയ മകനായ 10 വയസ്സുകാരൻ്റെ പിന്നാലെ ചെന്ന് ഓട്ടിച്ചിട്ട് ആ പയ്യനെ പിടിക്കുകയാണ്. ഷഹനാസ് എപ്പോഴും ഒരു കത്തി ഇങ്ങനെ അരയിൽ കരുതിയിരിക്കും. ഈ 10 വയസ്സുകാരൻ്റെ കഴുത്തിൽ ഇവൻ കത്തി വെച്ച് വരഞ്ഞു. ഭാഗ്യം കൊണ്ട് അത് അപകടത്തിലോട്ട് പോയില്ല. ഇത് കണ്ട് മൂത്ത കുട്ടി നിലവിളിച്ചെങ്കിലും അവനെയും കത്തി വീശി പേടിപ്പിക്കുകയാണ്. ഒടുവിൽ പിള്ളേർ നല്ല പേടിച്ചോന്ന് കണ്ടപ്പോൾ ഒരു സന്തോഷം. എന്നിട്ട് പിള്ളേരടുത്ത് പറയുകയാണ്, വീട്ടിൽ പോയി ഇത് ആരടുത്തെങ്കിലും പറഞ്ഞാൽ കൊന്നു കളയും എന്നും പറഞ്ഞ് അതുങ്ങളെ വിരട്ടി വിട്ടു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഓടിയ കുട്ടികൾ പേടിച്ചരണ്ട് മുറിക്കകത്ത് ഒളിച്ചിരിക്കുകയാണ്. ആ ഇളയ കുട്ടിയാണെങ്കിൽ കഴുത്തിൽ കത്തി വെച്ച് വരഞ്ഞതോടെ ശരിക്കും ഭയന്നു. അവൻ ആ നടന്നതിൻ്റെ പേടി കാരണം എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഈ സംഭവത്തോടെ ഷജീലയും ഭർത്താവും അടുത്ത പരാതിയുമായി സ്റ്റേഷനിൽ എത്തി. അവിടെ നിന്നും മുംതാസ് മകനെ ഊരിക്കൊണ്ടുവന്നു. പോലീസുകാർക്കിപ്പോൾ സർട്ടിഫിക്കറ്റ് ഒന്നും കാണണ്ട. ഷഹനാസിൻ്റെ പേരിൽ പരാതിയുമായി ആര് വന്നാലും മാനസിക രോഗിയായ പയ്യൻ എന്ന ഒരു പരിഗണന ഓൾറെഡി അവർ കൊടുത്തങ്ങ് വിട്ടിരിക്കും. എന്നാൽ ഈ കേസ് കൊടുത്തത് ഷഹനാസ് ക്ഷമിക്കാനൊന്നും തയ്യാറായില്ല. അവൻ പിറ്റേ ദിവസം തന്നെ പട്ടാപ്പകല് ആ വീട്ടിൻ്റെ മുൻവശത്തെ ജനാലയും മുറ്റത്തിട്ടിരിക്കുന്ന വണ്ടികളും ഒക്കെ അടിച്ച് തരിപ്പണമാക്കി. ഈ ബഹളം കേട്ട് മുംതാസ് ഓടി അവിടെ എത്തിയപ്പോൾ നാട്ടുകാരെല്ലാം മുംതാസിനെ തന്നെ ഇങ്ങനെ മാറി നിന്ന് കുറ്റം പറയുകയാണ്. ഈ തള്ളയാണ് ഇവന് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നത് എന്നൊക്കെ. ഇത് കേട്ട് മുംതാസ് അപ്പോൾ പറഞ്ഞത്, എടാ മോനെ കയറി അടിയടാ അങ്ങോട്ട്, ഈ പറയുന്നവന്മാരെ എല്ലാം കേസിൻ്റെ പുറത്ത് ഇന്നവന്മാർ കേസൊന്നും പറഞ്ഞ് വരില്ലല്ലോ എന്ന്. ഒരമ്മ പറഞ്ഞു കൊടുക്കുന്നതാണ് കേസിൻ്റെ പുറത്ത് ഇനി കേസില്ല എന്ന്. ശരിക്ക് പറഞ്ഞാൽ നാട്ടുകാർ ഈ അമ്മയെയും മോനെയും ഇനി ഇങ്ങനെ വിട്ടാൽ ഈ പഞ്ചായത്ത് തന്നെ പോക്കാണെന്ന് മനസ്സിലാക്കി ഒരു തീരുമാനം എടുത്തു. ഒരാളൊഴിയാതെ സകലമാന നാട്ടുകാരും ചേർന്ന് ഒപ്പിടൽ പദ്ധതി ഇറക്കി. ഷഹനാസിനെതിരെ കേസിന് എല്ലാവരും ഒപ്പിട്ടു. ഒപ്പുശേഖരണം ഒക്കെയായി സ്റ്റേഷനിലെത്തുകയാണ് നാട്ടുകാർ. അതോടെ പോലീസ് പിടിച്ചകത്താക്കി ഷഹനാസിനെ ഇടുകയാണ്. കാരണം നാട്ടുകാരെല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് ദാ നിൽക്കുന്നു ഷഹനാസ്. മുംതാസ് വിജയശ്രീ ലാളിതയായി മകനെയും കൊണ്ട് നാട്ടിലെത്തി. നാട്ടുകാരമ്പേ പരാജയപ്പെട്ടു അതിലും. അങ്ങനെ നാട്ടുകാർ ഈ അമ്മയ്ക്കും മോനും മുന്നിൽ ഇങ്ങനെ നമിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു അലറിയുള്ള വിളി എല്ലാവരും കേൾക്കുന്നത്. ആ വിളി കേൾക്കുന്നത് ഈ മുംതാസിൻ്റെ വീട്ടിനകത്ത് നിന്നാണ്. കേട്ടവരൊക്കെ മിണ്ടാതെ നിന്നു. പക്ഷേ ആ വിളി വീണ്ടും വീണ്ടും ഉയരുകയാണ്. ഒരു വല്ലാത്ത നിലവിളി. ആർക്കും അങ്ങോട്ട് പോകാനൊന്നും താല്പര്യമില്ല. എങ്കിലും എത്രയെന്നും പറഞ്ഞ് കേട്ടുകൊണ്ട് നിൽക്കും. നാട്ടുകാരെല്ലാവരും കൂടെ അങ്ങോട്ട് ഓടിക്കൂടി. മുംതാസിൻ്റെയും
മോളുടെയൊക്കെ വിളിയാണ് അകത്തു നിന്നും കേൾക്കുന്നത്. നാട്ടുകാർ ചിലർ അകത്ത് കയറി നോക്കിയപ്പോൾ കാണുന്നത് കട്ടിലിനടിയിൽ നോക്കിയിരുന്ന് ഈ സ്ത്രീ നിലവിളിക്കുകയാണ് മുംതാസ്. കട്ടിലിനടിയിൽ നോക്കി നാട്ടുകാർ പേടിച്ചു പോയി. സത്യം പറഞ്ഞാൽ അവിടെ ഒരു മൃതദേഹം കിടക്കുകയാണ്. അത് മറ്റാരുടെ അല്ല, നമ്മുടെ സുലേഖ ബീവിയുടെ. എല്ലാവരും ഞെട്ടിപ്പോയി. എങ്ങനെ ഞെട്ടാതിരിക്കും? സുലേഖ ബീവിയെ കൊന്ന് കട്ടിലിൻ്റെ അടിയിലാണ് കയറ്റി വെച്ചിരിക്കുന്നത്. അത് നോക്കിയിട്ടാണ് മുംതാസും മോളും കിടന്ന് വിളിക്കുന്നത്. സംഭവം അറിഞ്ഞ് ചവറ പോലീസ് ക്രൈം സീനിലെത്തി. ഇതാര് ചെയ്തുവെന്ന് നാട്ടുകാർ തുടക്കം മുതലേ ഈ മുംതാസിനോടും കൊച്ചിനോടും ചോദിക്കുകയാണ്. അവർക്കാണെങ്കിൽ ഒരു പിടിയുമില്ല. കാരണം അന്നേ ദിവസം രാവിലെ മുതൽ മുംതാസും ഈ മകളും ഒരു ബന്ധുവീട്ടിൽ പോയിരിക്കുകയാണ്. വന്നത് സന്ധ്യയോടെയാണ്. വന്ന് അമ്മയെ അന്വേഷിച്ചപ്പോഴാണ് മുറിയിൽ ചില സാധനങ്ങളൊക്കെ അലങ്കോലമായി കിടക്കുന്നത്, തട്ടിമറിച്ചൊക്കെ ഇട്ടിരിക്കുന്നതൊക്കെ ഇവർ കാണുന്നത്. എന്തോ പന്തികേടുണ്ടെന്ന് തോന്നുന്നതും. അങ്ങനെ പിന്നീടുള്ള തിരച്ചിലിലാണ് കട്ടിലിനടിയിൽ നിന്നും ഈ ബോഡി കണ്ടെത്തുന്നത്. നാട്ടുകാർ പിന്നീട് അന്വേഷിക്കുന്നത് ഷഹനാസ് എവിടെയെന്നാണ്. മുംതാസിനും അറിയില്ല. സ്വാഭാവികമായിട്ടും ചെറുക്കൻ നല്ല തരികിട ആയതുകൊണ്ട് തന്നെ അവനിലോട്ട് തന്നെ സംശയം നീണ്ടു എല്ലാവർക്കും. പോലീസിനോടും ആൾക്കാർ ഈ ഷഹനാസിനെയാണ് ഞങ്ങൾക്ക് സംശയമെന്ന് പറഞ്ഞു. പോലീസ് അപ്പോൾ തന്നെ ഷഹനാസിനെ തപ്പി ഇറങ്ങിയാണ്. മണിക്കൂറുകൾക്കകം തന്നെ ഷഹനാസ് സ്ഥിരമായിട്ട് പോയിരിക്കുന്ന ആ വട്ടത്തറയിലെ ഒരു കുളത്തിൻ്റെ കരയിൽ നിന്നും അവനെ കണ്ടെത്തി. അവരവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ കഞ്ചാവ് ബീഡിയും വലിച്ച് കിറുങ്ങിയിരിക്കുകയാണ് ഷഹനാസ്. കയ്യോടെ പൊക്കി അവൻ്റെ വീട്ടിലേക്ക് തന്നെ പോലീസ് കൊണ്ടുവന്നു. നാട്ടുകാരാണെങ്കിൽ ഉള്ള ദേഷ്യം മുഴുവൻ അടക്കി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് അവിടെ. കൈ കിട്ടിയവരൊക്കെ പോലീസിനെയും മറികടന്ന് ഷഹനാസിനെ കയ്യേറ്റം ചെയ്തു. അപ്പോഴത്തേക്കും അവൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചെങ്കിലും ലഹരി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവനൊന്നും പറയാൻ പറ്റുന്നില്ല. പിറ്റേന്ന് ലഹരിയുടെ കെട്ടിറങ്ങിയ ശേഷമാണ് ഈ ഷഹനാസ് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. സംഭവിച്ചത് ഇതാണ്. മുംതാസും മകളും രാവിലെയോടെ ബന്ധുവീട്ടിലോട്ട് പോയി. ഇവർ പോയതിൻ്റെ പിറകെ സുലേഖ ബീവി ബാങ്കിൽ പോയി രാവിലെ പെൻഷൻ പൈസയൊക്കെ എടുത്തിട്ട് വരികയാണ്. ഷഹനാസ് പൈസ ചോദിച്ച് അമ്മൂമ്മയുമായിട്ട് വഴക്കായി. ഈ സുലേഖ ബീവി ബാങ്കിൽ പോയി പൈസ എടുത്ത് വന്നതിൻ്റെ പിന്നാലെ ഇവനും ആ വീടെത്തി. അമ്മൂമ്മയോട് കുറച്ച് പൈസയൊക്കെ ഇവൻ ചോദിച്ചു. ആദ്യം അവരില്ല എന്നും പറഞ്ഞു. സുലേഖ ബീവിയുടെ കയ്യിൽ പെൻഷൻ പൈസ ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടാണ് ഈ ഷഹനാസ് അവിടെ എത്തിയത്. പൈസ ഇല്ല എന്നും പറഞ്ഞിട്ട് ആ സ്ത്രീ ഈ വഴക്കൊക്കെ നടന്നിട്ട് അവർ മിണ്ടാതെ അകത്ത മുറിയിൽ പോയി കിടക്കുകയാണ്. ഇവൻ അവിടെ കിടന്ന് വല്ലാത്ത ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവരത് മൈൻഡേ ചെയ്തില്ല. ഷഹനാസിന് കൊഞ്ചിച്ച് വളർത്തിയ അമ്മൂമ്മയാണ് എന്നൊന്നും ആ സമയം തോന്നിയില്ല. അവൻ ഒരു തോർത്തെടുത്തുകൊണ്ട് വന്ന് ആ പാവ അമ്മൂമ്മയുടെ കഴുത്തിൽ അവൻ അങ്ങ് ആ തോർത്ത് വെച്ച് ഒരൊറ്റ മുറുക്കലായിരുന്നു. ആ നേരം ഇവർ ജീവന് വേണ്ടി പിടഞ്ഞതൊന്നും ഷഹനാസിനെ പിടിച്ചു കുലുക്കിയതേയില്ല. നാട്ടുകാർ പറയുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ് ആ വീട്ടിൽ അടി മുഴുവൻ നടന്നതെന്നാണ്. ഈ അമ്മൂമ്മയെ കൊന്ന ശേഷം അവിടെയൊക്കെ തപ്പിപ്പറക്കി അവർ പൂഴ്ത്തി വെച്ച പൈസയൊക്കെ എടുത്ത ശേഷം ഇവൻ പോകുന്ന വഴി ഈ അടിയിലോട്ട് ഒരൊറ്റ ചവിട്ടിൽ അങ്ങ് നീക്കി അങ്ങ് നിരക്കിയിട്ടു. അതിനുശേഷം അവൻ അവിടെ നിന്നും പിന്നെ നേരെ പോകുന്നത് ഈ കുളത്തിൻ്റെ കരയിലോട്ടാണ്. ഇവനെ ഇങ്ങനെ ആക്കി തീർത്തതിന് ഏക ഉത്തരവാദി അവൻ്റെ ഉമ്മയായ മുംതാസ് ആണെന്നാണ് നാട്ടുകാർ മുഴുവനും പറയുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.